കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത്. അവളിത് എവിടെ പോയടാ? ആർക്കറിയണ്ണ. നീ അങ്ങോട്ട് പോയി നോക്കി. ശരിയണ്ണ. നിക്കടിയോടെ. കോപ്പ്. അണ്ണ എന്താ അണ്ണ പറ്റിയേ? അവളെന്റെ തലക്കിട്ടടിച്ചിട്ട് ഓടിക്കളകടാ. വാ അണ്ണ, വിടരുത് അവളെ. ദേവേട്ടന്റെ ആഗ്രഹം ഇതായിരുന്നില്ലേ? പിന്നെ എന്തിനാ ദേവേട്ടൻ ഇപ്പൊ കരയുന്നത്? ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ വൈദേഹി. കണ്ണെതിരെ തന്നെ ഉള്ളപ്പോ സ്വപ്നാണെന്ന് തോന്നൂ. കണ്ണീര് മാത്രം അവശേഷിച്ച എന്റെ ജീവിതത്തില് ചെറിയൊരു ആശാകിരണം കണ്ടാലും അത് സ്വപ്നം മാത്രമാണെന്ന് തോന്നിപ്പോവാ. ഇങ്ങനെയൊരു നിമിഷം ഉണ്ടാവണമെന്ന് ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ വിഷമങ്ങളും സഹിച്ചു. ഇടയ്ക്കെപ്പോഴും ഒരു നിമിഷത്തിൽ പ്രതീക്ഷകൾ പോലും കൈവിട്ടു പോയിരുന്നു. ഇന്ന് പോലും എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് എല്ലാവരും നിന്നോട് ചോദിച്ചപ്പോ ആ സമയത്തും സ്വന്തം അനുജത്തെക്കുറിച്ച് ചിന്തിച്ച് ഇഷ്ടമല്ല എന്ന് പറയുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ നിന്നിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തിൽ നിന്ന് പോലും എന്നേക്കുമായി ആർക്കും കാണാൻ പറ്റാത്തൊരു ലോകത്തേക്ക് ഞാൻ പോയാൻ. എന്റെ ദേവേട്ടനെ എനിക്ക് ഇഷ്ടമല്ലെന്നല്ലേ ദേവേട്ടൻ കരുതിയത്? പക്ഷെ കൊടുത്ത വാക്ക് നിറവേറ്റാൻ കഷ്ടപ്പെടുകയായിരുന്നു ഇത്രയും നാളും. മനസ്സ് മുഴുവൻ ദേവേട്ടനായിരുന്നു. ഭാര്യയായി ദേവേട്ടന്റെ അരികിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും
ഓരോ ക്ഷണവും എന്റെ മനസ്സിനകത്ത് ദേവേട്ടനൊപ്പമാണ് ഞാൻ ജീവിച്ചത്. എന്റെ അനിയത്തിയുടെ ജീവിതം ഓർത്ത് എന്റെ പ്രണയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാലും അത് എത്രമാത്രം കരുതി. ദേവേട്ടനൊരു ദോഷവും വരാതിരിക്കുന്നിടം വരെ മാത്രം. എന്നേക്കുമായി പടിയിറങ്ങിപ്പോയിക്കൊണ്ട് ദേവേട്ടന്റെ കുടുംബത്തിന് അവള് പേരുദോഷം ഉണ്ടാക്കിയപ്പോ ഞാൻ എല്ലാം തീരുമാനിച്ചു. അവളെ കുറിച്ചുള്ള ചിന്ത പോലെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് എന്റെ ദേവേട്ടന് നാട്ടുകാരുടെ പഴി കേൾക്കേണ്ടി വന്നപ്പോ എന്റെ മനസ്സ് നീറായിരുന്നു. എന്റെ ദേവേട്ടനെ കെട്ടിപ്പിടിച്ചോണ്ട് ഞാനുണ്ട് ദേവേട്ടാന്ന് പറയാൻ എന്റെ മനസ്സ് കൊതിക്കായിരുന്നു. എനിക്കറിയാം ഇതെല്ലാം ഞാൻ കാരണമായിരുന്നു. ആദ്യം തന്നെ ദേവേട്ടനെ കുറിച്ചും നമ്മുടെ പ്രണയത്തെ കുറിച്ചും മാത്രം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ പേരുദോഷം ഉണ്ടാവില്ലായിരുന്നു. ഇനി ജീവൻ പോയാലും ഞാൻ എന്റെ ദേവേട്ടനൊപ്പം ഉണ്ടാവും. ദേവേട്ടനെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു, ഒത്തിരി കരയിപ്പിച്ചു. അപ്പൊ എന്നോട് ദേഷ്യം തോന്നിയില്ലേ? നിന്നോടോ ദേഷ്യപ്പെടാനോ? ഈ കാർമേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രനെ നോക്കി ആർക്കെങ്കിലും ദേഷ്യപ്പെടാൻ കഴിയൂ? അതുപോലെ ഇതും സാഹചര്യങ്ങൾ നമ്മുടെ പ്രണയത്തിനെതിരായിരുന്നുവെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഈ നിമിഷം വരെ നമ്മുടെ പ്രണയത്തെ മുറുകെ പിടിച്ചത്. നമ്മളെ ഇന്ന് ഒന്നിപ്പിച്ചതും അത് തന്നെയാ വൈദേഹി. ഇനി നമുക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല. തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നുമില്ല. എന്നാ അതൊന്നുകൂടി ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു, പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു, പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. വൈദേഹി, അത് ശരി, തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്? ഒന്നുമില്ല, എന്നാലും എന്തോ വല്ലാത്തൊരു സുഖം. ഇതിനെ ആദ്യ രാത്രിയിൽ മതി. ഇവളുടെ ഒരു കാര്യം. ഇങ്ങോട്ട് ഓടി അടങ്ങി നിക്കടിയോടെ. പിടിക്കണ അവളെ. ഇത്രയ്ക്ക് അഹങ്കാരം. നീ എന്റെ തലക്കിട്ട് തന്നെ അടിക്കുന്നോ?
നിന്നെ പോലെ ഒന്നിനെ തന്നെയാ ഞങ്ങൾക്ക് വേണ്ടത്. എടാ അവള് എവിടെ പോയി ഒളിച്ചു? അവള് പോട്ടെ അണ്ണ. അണ്ണന്റെ നെറ്റിന്ന് ചോര വലിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് എങ്ങാനും പോവാ. എന്നാ പോയേക്കാം. അയ്യോ, എന്റെ സെൽഫോൺ അവിടെ വീണുപോയല്ലോ. ആ ജയൻ എവിടെ പോയി കിടക്കുവാണോ? ചേട്ടാ, ഞാനൊരു ഫോൺ കോൾ ചെയ്തോട്ടെ. ആ ഫോണൊന്ന് തരുമോ? ജയന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഈശ്വര. അപ്പൊ അവൻ എന്നെ പറ്റിച്ചതായിരിക്കോ? അയ്യോ, ഇവനെ വിശ്വസിച്ചാണോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ സോങ് ഹിറ്റായത് കാരണം എല്ലാവരും എന്നെ തിരിച്ചറിയും. ആരെങ്ങനെ പെരുമാറുമെന്നൊരു പിടിയും കിട്ടുന്നില്ല. ആ റൗഡികൾ എങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാ എന്റെ കാര്യം അതോടെ കഴിഞ്ഞത് തന്നെ. എങ്ങനെയെങ്കിലും ജയനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ലല്ലോ. നേരിട്ടെങ്ങാനും കണ്ട് അവരെന്നെ കൊന്നുകളയും. ഇനി എന്ത് ചെയ്യൂ ഈശ്വര? തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ട് കൈവിട്ടു പോയതിന് പരിഹാരം കിട്ടോ? ദൈവം വിചാരിച്ച പോലെ കാര്യങ്ങൾ മാറി മറിഞ്ഞ കണ്ടില്ലേ? എന്താടാ ദൈവം വിചാരിച്ചത് കള്ളക്കുറുക്ക? എന്റെ മച്ചാൻ താലി കെട്ടിയ വൈദേഹി ചേച്ചി ഇനി ഈ വീട്ടിലും മരുമോളായിട്ട് ജീവിക്കും. യാതൊരു ബന്ധുവില്ലാതെ ശ്രേച്ചിച്ച് ഇവിടെ തന്നെ ഇറങ്ങിപ്പോയി. ഇതൊക്കെ ദൈവമല്ലേ തീരുമാനിച്ചത്? ഇനിയെങ്കിലും ഈ കുഴിഞ്ഞ ബുദ്ധിയൊക്കെ ഒന്ന് കളയച്ചമ്മേ. എന്നിട്ടൊരു മൂലക്കിരുന്ന് ശ്രീരാമജയ എഴുതു. നീ ഒന്ന് പോടാ കള്ളക്കുറുക്ക. എന്താ അമ്മ ഇത്? ഏതൊരു സാഹചര്യത്തിലും എന്നെ എന്റെ അച്ഛമ്മ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. ഒന്ന് അച്ഛമ്മയെ വിളിച്ച് സംസാരിച്ചു നോക്കാം. കൊച്ചുവായിൽ വലിയ വർത്താനം പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നീ എന്താ വിചാരിച്ചേ? തോന്നിവാസി. അവിടെ ഹലോ അച്ഛമ്മേ, ഞാനാ ശ്രേയ. അച്ഛമ്മേ, ഹലോ, എന്താ അച്ഛമ്മേ മിണ്ടാത്തെ? ഞാനിവിടെ എന്ത് ടെൻഷനായി നിൽക്കുന്നെന്നറിയോ? അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇപ്പൊ ദേ ഏതൊക്കെ റൗഡികൾ എന്റെ പുറകെ വരുന്നുണ്ട്. ഫോണും കയ്യിന്ന് പോയി. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വല്ല കിണറ്റിലും ചാടി ചാകാൻ നോക്ക. അമ്മ, ഒരു അക്ഷരം മിണ്ടി പോരുത്. എന്നെ ഇനി അമ്മയെന്ന് വിളിക്കണ്ട. എന്ത് പാപം ചെയ്തിട്ട് നിന്നെ പുലർന്ന ഉണ്ടായേ? എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അമ്മ, ഞാൻ പറയുന്നതൊന്നും കേക്ക്. എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ ചെയ്തത് ചെറിയ കാര്യമല്ലോ ആണോ? നാണം കെട്ടതും പോരാ, നാണക്കട കൊണ്ട് പുറത്തിറങ്ങാനും വയ്യ. കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ മാത്രമേ നിവർത്തിയുള്ളൂ.
നീ ചെയ്ത തോന്നിവാസങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് ഇത്രയും നല്ലൊരു ജീവിതം നേടിത്തന്നിട്ട് അത് മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും നിന്നെ കൊണ്ടായില്ലല്ലോ. എല്ലാം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ വിളിക്കുന്നേ? എവിടെ പോയി എന്ത് വേണേലും ചെയ്തോ, ഇങ്ങോട്ട് നീ വിളിക്കരുത്. അമ്മേ അമ്മേ ഫോൺ വെക്കരുത് അമ്മേ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഞാൻ അമ്മ നേരിട്ട് കണ്ട് പറയാം. എനിക്ക് കേൾക്കണ്ട. ആരെ നീ ഇനി കാണുകയും വേണ്ട. ഇനി നീ വീട്ടിലേക്ക് വന്നു പോരുത്. ഉള്ള ദേഷ്യത്തിന് നിന്നെ എങ്ങനെ മുന്നിൽ കിട്ടി ചിലപ്പോ നിന്നെ ഞാൻ ഞെക്കി കൊന്നിരിക്കും. ഇനി നീ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ട. അമ്മേ You're calling has been switched off. Please try later. നിങ്ങള് നടി ശ്രേയല്ലേ? ഹലോ, നിന്നേ. എങ്ങോട്ട് പോവാ? കാശ് എങ്ങോട്ട് പോ? എന്താ ദേവ, സന്തോഷമായില്ലേ നിനക്ക്? സന്തോഷാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? മുഖത്തെ തെളിച്ചം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? സ്നേഹിച്ച പെണ്ണിനെ തന്നെ ഭാര്യയായിട്ട് കിട്ടിയ അതിലും വലിയ ഭാഗ്യം എന്താ ഉള്ളതാ ചേട്ടാ? എന്താ ചേട്ടാ, ശരിയല്ലേ? സ്നേഹിച്ച പെണ്ണ് ഭാര്യയാകുന്നെന്ന് പറഞ്ഞ എന്താ? വൈദേഹിയെ കണ്ട് ഇഷ്ടപ്പെട്ട നിനക്ക് ശ്രേയെ കല്യാണം കഴിക്കേണ്ടി വന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നടാ. നീയും വൈദേഹി ഒന്നിക്കണമെന്ന് മനസ്സൊത്തിരി ആഗ്രഹിച്ചിരുന്നെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരവും സമ്പ്രദായവും എല്ലാം എന്നെ നിശബ്ദനാക്കുമായിരുന്നടാ. എന്താ ദേവൻ വൈദേഹിയെ പ്രേമിച്ചെന്നോ? ശബ്ദം ഉണ്ടാക്കല്ലേ, കേക്കടാ. പക്ഷെ എന്റെ മനസ്സെന്നോട് പറയുന്നുണ്ടായിരുന്നു ചേട്ടാ, രാമനെ സീതയെ ഒന്നിപ്പിക്കാതിരിക്കാൻ ആ ദൈവത്തിന് പോലും കഴിയില്ല. എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ലടാ. വൈദേഹിയെ ദൈവം എനിക്ക് തിരിച്ചു തന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ നടന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ശ്രേയ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പാവം.
അവളുടെ അച്ഛനും അമ്മയും ഇപ്പോ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. എന്റെ പൊന്നു ദേവട്ടാ, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അതാ ചേട്ടാ, ദേവേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആരുടെയും തലയിലെടുത്ത് ആർക്കും മാറ്റാൻ പറ്റില്ലടാ. പരിണമിച്ച് കിട്ടിയ ഫലം നന്നാവുമ്പോ കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങള് ഈ വീട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഊർമിളെ. മറ്റൊരു ചെവി അറിയാതെ നമ്മൾ നമ്മുടെ കാര്യം നടത്തുന്നില്ലേ? അതുപോലെ ഇതും ഇവിടുത്തെ ഭിത്തികൾക്കുണ്ട് രഹസ്യങ്ങൾ. എന്നാൽ ഈ പ്രേമം പോയിന്റ് കല്യാണം മുടക്കാൻ പ്രയോജനപ്പെടുവോ? ഒന്ന് ആലോചിച്ചാലോ? നീ വാ. ചീരച്ചെടിയുടെ അത്രയില്ല, ചെറുക്കൻ എന്നെയല്ലേ കളി പഠിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ അമ്മേ, ഇതാരാ എന്റെ ഫോൺ ഓഫ് ചെയ്തു വെച്ചേ? ആരുടെ ഈ പുതിയ നമ്പർ? ഹലോ ഹലോ ഹലോ, അമ്മേ അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേക്കമ്മേ. ശ്രേയേ, അച്ഛമ്മേ, ഇത് അച്ഛമ്മ തന്നെയല്ലേ? ഞാൻ ആദ്യം വിളിച്ചപ്പോ അച്ഛമ്മ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? എന്തു ഭ്രാന്താടി നീ കാണിച്ചേ? നീ ഇപ്പൊ എവിടെ ഉണ്ടെന്നെങ്കിലും പറയേ. നീ എന്തിനാ ഇങ്ങനെ ഒറ്റയടിക്ക് വീട് വിട്ടുപോയേ? എന്റെ കഷ്ടകാലം നല്ലത് എന്തു പറയാനാ? ആ ജയനെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. ഇപ്പൊ അവൻ എവിടെയാന്ന് എനിക്ക് ഒരു പിടിയുമില്ല. പുറത്തുള്ളവരൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. എങ്ങോട്ട് പോണെന്ന് ഒരു പിടിയും ഇല്ല അച്ഛമ്മ. എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിന്റെ കേടായിരുന്നടി നിനക്ക്? ഈ കൊട്ടാരത്തിലെ ജീവിതം ഉപേക്ഷിച്ച് ഇങ്ങനെ തെരുവി കിടന്ന് കഷ്ടപ്പെടണമായിരുന്നോ? നീ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരാൻ നോക്ക്. എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ അച്ഛമ്മ. കുറച്ചു മുമ്പ് ഞാൻ അമ്മയോട് സംസാരിച്ചു. നേരിട്ട് കണ്ട കൊന്നു കളയുന്നോ പറഞ്ഞ്. അവൾ ഒരു തേങ്ങാക്കൊലയും ചെയ്യില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ട് ഇങ്ങ് വാ മോളെ. ആഹാ, ഇനി ഞാൻ അങ്ങോട്ട് വരില്ല അച്ഛമ്മ. കൊട്ടാരം വീട്ടുകാരും എന്നെ തല്ലി കൊല്ലും അച്ഛമ്മ. അച്ഛന്റെ മുമ്പിൽ എങ്ങനെ പെട്ട പിന്നെ പറയണ്ട. ഞാനിവിടെ ഉള്ളപ്പോ നിന്നെ ആരും ഒന്ന് തൊടുക പോലും ചെയ്യില്ല. ഇനി നീ മറ്റൊന്നും ആലോചിക്കണ്ട മോളെ, പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്. എന്നാലും എനിക്കെന്തോ പേടിയാകുന്ന അച്ഛമ്മ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നല്ല ധൈര്യമായിരുന്നല്ലോ നിനക്ക്. അപ്പൊ തിരിച്ചു വരാനും അതുപോലെ ധൈര്യം കാണിച്ചുകൂടെ? നോക്ക്, ഇപ്പൊ തന്നെ എത്ര വലിയ സൗഭാഗ്യം നീ കളഞ്ഞിട്ട് പോയെന്നറിയോ? താമസിക്കാതെ തിരിച്ചു വന്നില്ലെങ്കി ആ അനാഥപ്പെണ്ടോ എല്ലാം അടിച്ചു മാറ്റൂടി. അതെനിക്ക് പ്രശ്നമല്ല അച്ഛമ്മ. പറയുന്നൊന്നും ചെവി കയറില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാടി. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നൊന്ന് അനുസരിക്ക്. നീ ആദ്യം വീട്ടിലേക്ക് വരാൻ നോക്ക്. ശരി, ആയിക്കോട്ടെ അച്ഛമ്മ. അച്ഛമ്മ ഉണ്ടെന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്.